ഞാൻ എൻ്റെ മുലകുടി മാറാത്ത എൻ്റെ ഏകജാതനായിരിക്കുന്ന ആൺപൈതലിനെയും മാറത്ത് ചേർത്തുകൊണ്ട് ഞങ്ങൾ 30 പേര് അർദ്ധരാത്രിയുടെ കൂരിരുട്ടിൻ്റെ മറവിൽ ഒരു ചെറിയ ബോട്ടിൽ മോട്ടോർ പോലും പിടിപ്പിക്കാത്ത ഒരു വഞ്ചിയിൽ ഞങ്ങൾ തുഴഞ്ഞുകൊണ്ട് പതിയെ സൗണ്ട് ഇല്ലാതെ തുഴഞ്ഞുകൊണ്ട് ഞങ്ങൾ വടക്കൻ കൊറിയയിൽ നിന്നും തെക്കൻ കൊറിയയുടെ തലസ്ഥാനമായിരിക്കുന്ന സിയൂളിലേക്ക് യാത്ര ചെയ്യാണ്. കടൽ മാർഗം ശാന്തമായിട്ട് ഞങ്ങൾ പോവുകയാണ്. ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ കൊറിയൻ പട്ടാളക്കാർ ഞങ്ങളെ വെടിവെച്ച് കടലിൽ താഴ്ത്തും. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും നിശബ്ദരായിട്ടും ഭയത്തോടും കൂടെ ഇത് തുഴയും കൊണ്ട് തുഴഞ്ഞ് ഞങ്ങൾ പതിയെ പോകുമ്പോൾ എൻ്റെ മുലകുടി മാറാത്ത എൻ്റെ ആൺപൈതൽ ഏകജാതനായവൻ അവൻ എൻ്റെ മാറിലിരുന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു 30 പേര് വേറെയുണ്ട്, ഞങ്ങൾ എന്നാണ്ട് രക്ഷപ്പെട്ട് ഓടുകയാണ് ഈ കിരാത ഭരണത്തിൽ നിന്ന്. അപ്പോൾ കൂട്ടുകാർ പറഞ്ഞ കുഞ്ഞിൻ്റെ കരച്ചിൽ അടക്കണമെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ കൊറിയൻ പട്ടാളക്കാർ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് നമ്മളെ വെടിവെച്ച് കൊല്ലും. അപ്പോൾ ഒരു അമ്മ എന്നുള്ള നിലയിൽ ഞാൻ ആകുന്നിടത്തോളം പരിശ്രമിച്ച് കുഞ്ഞിൻ്റെ കരച്ചിൽ അടക്കാൻ. പക്ഷേ അവൻ്റെ കരച്ചിൽ വളരെ ഉച്ചസ്ഥായിലായപ്പോൾ എൻ്റെ സ്നേഹിതന്മാർ പറഞ്ഞ കുഞ്ഞിനെ കടലിലെറിഞ്ഞ് കളയാൻ പറഞ്ഞു. ഇവൾ പറയുന്നു, ഞാൻ എൻ്റെ ഏകജാതനായ പുത്രനെ ഈ 30 പേരുടെ രക്ഷയ്ക്ക് വേണ്ടി കടലിലെറിഞ്ഞ് കൊന്നുകളഞ്ഞ ഒരു നിർഭാഗ്യവതിയും പാപിയുമായിരിക്കുന്ന ഒരു സ്ത്രീയാണ്. എനിക്ക് അവിടെ ഒരു സമാധാനം കിട്ടുമെന്ന്